ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അനേക തസ്തികയിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള സർക്കാർ ജോലികളെക്കുറിച്ചും കേന്ദ്ര സർക്കാർ ജോലികളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ. കേരള സർക്കാരിൻ്റെ PSC ഏതൊക്കെ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി, മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം, എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തെ തസ്തിക, അതിൻ്റെ കാറ്റഗറി നമ്പർ 10/2020, ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കാണ്. പോസ്റ്റിൻ്റെ നെയിം അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഏകദേശം 3 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് ഉള്ളത്. ഇതിന് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 21 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം, MD ലോ, MS ലോ, അതുപോലെ തന്നെ 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 9/9/2020, അതായത് സെപ്റ്റംബർ മാസം 9-ാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത് രണ്ടാമത്തെ തസ്തിക എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് 2 വേക്കൻസികളാണ് ഒഴിവുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 21 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ IDM കാർഡിയോളജി യോഗ്യത ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ DNB കാർഡിയോളജി. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ ഈ ഫീൽഡിനെ കുറിച്ചുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം 9-ാം തീയതി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി. ഇതിലേക്ക് 3 വേക്കൻസികളാണ് ഒഴിവുള്ളത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 21 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതിന് വേണ്ടുന്ന ഈ യോഗ്യരായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് IDMൻ്റെ നെഫ്രോളജി കോഴ്സ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ DNBയുടെ നെഫ്രോളജി കോഴ്സ് പഠിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് അതിൻ്റെ കാറ്റഗറി നമ്പർ 13/2020, തസ്തിക അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. 1 വേക്കൻസിയാണ് ഉള്ളത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ IMCH അല്ലെങ്കിൽ DNB എന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അവർക്ക് ടീച്ച് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 14/2020. അതിൽ തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോ വാസ്കുലർ ആൻഡ് തൊറാസിയൽസി സർജറി. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. 2 വേക്കൻസിയാണ് ഉള്ളത്. 21 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ IMCH കാർഡിയോ വാസ്കുലർ ആൻഡ് തൊറാസിയൽസി സർജറി എന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ DNB കാർഡിയോ വാസ്കുലർ ആൻഡ് തെറാപ്പിക് സർജറി എന്ന യോഗ്യത ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഈ ഫീൽഡിനെ കുറിച്ചുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 15/2020 തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓർത്തോപീഡിക്സ്. ഇതിലേക്ക് 4 വേക്കൻസിയാണ് ഒഴിവുള്ളത്. 21 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. MSലോ അല്ലെങ്കിൽ DNBയിലോ ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ്, ഈ ഫീൽഡിനെ കുറിച്ചുള്ള 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 16/2020 മുതൽ 21/2020 വരെയാണ് കാറ്റഗറി നമ്പർ. തസ്തിക അസിസ്റ്റന്റ് പ്രൊഫസറിലേക്കാണ്. അത് മലയാളത്തിലേക്കും സാൻസ്ക്രിപ്റ്റിലേക്കും സോഷ്യൽ സ്റ്റഡീസിലേക്കാണ്. 3 ഇതിലേക്കാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുന്നത്, അതായത് സോഷ്യൽ സ്റ്റഡീസിലോ സാൻസ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ മലയാളത്തിലോ, അതിനകത്തേക്കുള്ള മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കൂളുകളിലോ കോളേജുകളിലോ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 22/2020, 23/2020. ഇതാണ് കാറ്റഗറി നമ്പർ. പോസ്റ്റിൻ്റെ നെയിം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ്. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. 1 വേക്കൻസിയാണ് ഉള്ളത്. ഇതിന് അപേക്ഷിക്കേണ്ട പ്രായം 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള എന്ത് ചെയ്യണം, മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലോ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 24/2020. അത് പോസ്റ്റ് നെയിം അഗ്രോമിനിസ്റ്റ്. അതിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 60,900 രൂപ മുതൽ 1,03,600 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് 1 വേക്കൻസിയാണ് ഒഴിവുള്ളത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സോ മാസ്റ്റർ ഡിഗ്രി അഗ്രോണമിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 5 വർഷത്തെ അഗ്രികൾച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്, സ്റ്റേറ്റ് ലെവലിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയ്ക്ക് നല്ല ശമ്പളമുണ്ട്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ തസ്തിക മാക്സിമം ഉപയോഗപ്പെടുത്തുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ 25/2020 മുതൽ 27/2020 വരെയാണ് കാറ്റഗറി നമ്പർ ഉള്ളത്. അതിലേക്ക് തസ്തിക ഒഴിവ് കിടക്കുന്നത് സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയിലേക്കും സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിലേക്കും സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയിലേക്കും ഇതിലേക്കാണ് വേക്കൻസി ഒഴിവുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 36,600 രൂപ മുതൽ 79,200 രൂപ വരെ ശമ്പളം മാസത്തിൽ ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത്, അപേക്ഷിക്കുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആയിരിക്കണം. അതിൽ മാർക്ക് 50% മാർക്കിൽ കുറയാതെ അവർ മാർക്ക് വാങ്ങിച്ച വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തെ റിസർച്ചിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 28/2020 ആണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അത് പോസ്റ്റ് തസ്തികയുടെ പേര് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത്. ഇതിലേക്ക് 8 വേക്കൻസികളാണ് ഒഴിവായിട്ട് വന്നിരിക്കുന്നത്. ഈ ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 35,700 രൂപ മുതൽ 75,600 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിഷറി സയൻസിൽ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിഷറി സയൻസിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, മറൈൻ ബയോളജി യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം, അല്ലെങ്കിൽ കോസ്റ്റൽ അക്വാ കൾച്ചർ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ അക്വാ കൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോ ബയോളജി ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം, ഫിഷറി പ്രോസസ്സിംഗ് ആൻഡ് ടെക്നോളജി ആൻഡ് അക്വാ കൾച്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായിട്ടുള്ളവർ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നല്ല ശമ്പളമുണ്ട്. മാക്സിമം യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അടുത്ത തസ്തിക എന്ന് പറയുന്നത് എൻ്റെ കാറ്റഗറി നമ്പർ 29/2020. ഇത് തസ്തികയുടെ പേര് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് ഒരു വേക്കൻസിയാണ് ഒഴിവുള്ളത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 29,780 രൂപ മുതൽ 80,230 രൂപ വരെ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA ഫൈനാൻസ് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. MBA HR ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സിലോ സയൻസിലോ കൊമേഴ്സിലോ ഒക്കെ യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബാച്ചിലർ ഡിഗ്രി ആയിട്ട് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതിനുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ ഒരു 60% മാർക്കിൽ മേളിൽ പാസ്സായിരിക്കണം. ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറോ, അപ്പോൾ ഇങ്ങനെയുള്ള ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 30/2020 ആണ്. പോസ്റ്റിൻ്റെ നെയിം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അതിലേക്ക് ഒരു വേക്കൻസിയാണ് ഒഴിവുള്ളത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 29,780 രൂപ മുതൽ 80,230 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റർ ഡിഗ്രിയാണ്. ആർട്സിലോ സയൻസിലോ കൊമേഴ്സിലോ അങ്ങനെയുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിലോ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഇതിനകത്ത് MBA ഫൈനാൻസ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം, MBA HR യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ തസ്തിക മാക്സിമം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ പറയാം. 31/2020 ആണ്. തസ്തിക എന്ന് പറയുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്കറിലേക്കാണ് തസ്തിക ഒഴിവുള്ളത്. ഈ ജോലി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 26,500 രൂപ മുതൽ 56,700 രൂപ വരെ മാസത്തിൽ ശമ്പളം ലഭിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു വേക്കൻസിയാണ് ഒഴിവുള്ളത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ MSW അല്ലെങ്കിൽ MA അല്ലെങ്കിൽ MSc ഇങ്ങനെയുള്ള യോഗ്യത ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ മെഡിക്കൽ സോഷ്യൽ വർക്കർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 32/2020 ആണ്. അതിലെ പോസ്റ്റ് നെയിം റീജിയൻ മാനേജറിലേക്ക് വേക്കൻസി ഉണ്ട്. ഫൈനാൻസ് മാനേജറിലേക്കും, ഫൈനാൻസ് മാനേജർ 1, ഫൈനാൻസ് മാനേജർ 2, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് മാനേജർ എന്നിങ്ങനെ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളത്. 5 വേക്കൻസികളാണ് മൊത്തത്തിൽ ഒഴിവുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 25,780 രൂപ മുതൽ 76,305 രൂപ വരെ ഈ ജോലി ലഭിക്കുന്നവർക്ക് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിലോ യോഗ്യത ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ മാസ്റ്റർ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ആർട്സിലോ സയൻസിലോ കൊമേഴ്സിലോ ഒക്കെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. MBA യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായിട്ടുള്ളവർ ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 33/2020 ആണ്. ഇത് നേരത്തെ പറഞ്ഞ അതേ തസ്തികയിലേക്കുള്ള വേക്കൻസിയാണ് ഇതിനകത്തും ഉള്ളത്. 5 ഒഴിവുകൾ. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ തസ്തികയിലേക്കുള്ള അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇതിലേക്കും വേണ്ടത്. അതുകൊണ്ട് അത് മാക്സിമം നിങ്ങളുടെ ജീവിതത്തിൽ യോഗ്യരായിട്ടുള്ളവർ ഈ തസ്തികയും ഉപയോഗപ്പെടുത്തുക.
അടുത്ത കാറ്റഗറി നമ്പർ 34/2020 ആണ്. ഇത് പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് മാട്രൺ ആണ്. ഇത് ഫീമെയിൽ കാറ്റഗറി മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 20,000 രൂപ മുതൽ 45,800 രൂപ വരെ മാസത്തിൽ ശമ്പളം ലഭിക്കുന്നതാണ്. ഇതിലേക്ക് 2 വേക്കൻസികളാണ് ഒഴിവുള്ളത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 35 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ SLC യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് ഹൗസ് കീപ്പിംഗ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റലിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തിക സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. മാക്സിമം യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അടുത്ത കാറ്റഗറി നമ്പർ 35/2020 ആണ്. അതിൽ പോസ്റ്റിൻ്റെ നെയിം കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഈ തസ്തികയിലേക്ക് 6 ഒഴിവുകളാണ് ഉള്ളത്. അപേക്ഷിക്കേണ്ട പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചെറിയൊരു കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കേണ്ടതാണ്. വെറും 12ാം ക്ലാസ് യോഗ്യതയാണ്. ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 36/2020 ആണ്. ഇത് തസ്തികയുടെ പേര് ഫയർ ആൻഡ് റിസോഴ്സ് ഓഫീസർ ആണ്. ഡ്രൈവർ ആൻഡ് ട്രെയിനി വേക്കൻസിയാണ് ഉള്ളത്. ജോലി ലഭിക്കുന്നവർക്ക് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 20,000 രൂപ മുതൽ 45,800 രൂപ വരെ ലഭിക്കും. ഒഴിവിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി ഗുഡ് വെഹിക്കിൾ വിത്ത് ബാഡ്ജ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 37/2020 ആണ്. ഇതിലേക്ക് ഏത് തസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർസിയർ ഗ്രേഡ് 3 അതുപോലെ തന്നെ വർക്ക് സൂപ്രണ്ട് ഗ്രേഡ് 2. ഈ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത്. ഏകദേശം 44 ഒഴിവുകൾ ഈ തസ്തികയിലേക്ക് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 9,940 രൂപ മുതൽ 16,580 രൂപ വരെയാണ് ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒന്ന് മിനിമം യോഗ്യത SLC യോഗ്യതയാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ചില കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതിലൊന്നാണ് SMT ഓവർസിയർ കോഴ്സ് 2 വർഷത്തെ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റു ചില യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അത് നിങ്ങൾ ഇതിനകത്ത് വായിച്ച് നോക്കി യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യാം, ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 38/2020 ആണ്. അത് പോസ്റ്റിൻ്റെ നെയിം സെയിൽ അസിസ്റ്റൻ്റ് ആണ്. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഏകദേശം 5 ഒഴിവുകൾ ഇതിലേക്ക് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 4,500 രൂപ മുതൽ 7,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ സംസാരിക്കാനും എഴുതാനും ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ സെയിൽസ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 39/2020 ആണ്. അതിൻ്റെ തസ്തികയുടെ പേര് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. അപ്പോൾ ഈ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 22,200 രൂപ മുതൽ 48,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. വേക്കൻസി ഉള്ളത് കേരളത്തിൽ തന്നെ പല ഡിസ്ട്രിക്റ്റുകളിൽ വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരത്ത് 2, കൊല്ലം 11 വേക്കൻസി ഉണ്ട്, പത്തനംതിട്ട 2 വേക്കൻസി ഉണ്ട്, ആലപ്പുഴ 1 വേക്കൻസി ഉണ്ട്, കോട്ടയം 9 വേക്കൻസി ഉണ്ട്, ഇടുക്കി 3 വേക്കൻസി, എറണാകുളത്ത് 4 വേക്കൻസി, തൃശ്ശൂർ 1, പാലക്കാട് 1, മലപ്പുറം 16, കോഴിക്കോട് 5, വയനാട് 2, കണ്ണൂർ 1 എന്നീ സ്ഥലങ്ങളിലേക്കാണ് വേക്കൻസി ഉള്ളത്.
അപ്പോൾ കേരളത്തിൻ്റെ പല ഡിസ്ട്രിക്റ്റിൽ ഈ അപേക്ഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചലർ ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വേണ്ടത്. എക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ കൊമേഴ്സിലോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ സബ്ജക്റ്റുകളിൽ ബാച്ചലർ ഡിഗ്രി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 40/2020 മുതൽ 41/2020 വരെയാണ് കാറ്റഗറി നമ്പർ. അപേക്ഷിക്കാനുള്ള തസ്തിക അക്കൗണ്ട് ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 21,070 രൂപ മുതൽ 42,410 രൂപയാണ് ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ PG ഡിഗ്രി ഇൻ കൊമേഴ്സിലോ അല്ലെങ്കിൽ MBA ഫൈനാൻസിലോ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അക്കൗണ്ടിനെ കുറിച്ചുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ അക്കൗണ്ട് ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 42/2020 ആണ്. അക്കൗണ്ട് ഓഫീസർ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. മാസത്തിൽ 42,410 രൂപ വരെ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് നേരത്തെ പറഞ്ഞ തസ്തികയിലേക്ക് ഉള്ള ക്വാളിഫിക്കേഷനാണ്, അതേ ക്വാളിഫിക്കേഷനാണ് ഈ തസ്തികയിലേക്ക് വേണ്ടത്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ തസ്തിക ഉപയോഗപ്പെടുത്തുക. അടുത്ത കാറ്റഗറി നമ്പർ 43/2020 ആണ്. അപേക്ഷിക്കുന്ന തസ്തിക സെക്യൂരിറ്റി ഗാർഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 19,000 രൂപ മുതൽ 43,600 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. ഇതിനകത്ത് വേക്കൻസി ഒഴിവ് വന്നിരിക്കുന്നത് ഒരു വേക്കൻസിയാണ് ഒഴിവുള്ളത്. അത് NCA കാറ്റഗറിയും ST കാറ്റഗറി ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപേക്ഷിക്കേണ്ട പ്രായം 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ വെറും 8ാം ക്ലാസ് യോഗ്യതയുണ്ടെങ്കിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഫിസിക്കലി ഗുഡായിരിക്കണം. ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് നോർമലായിട്ട് 75 സെൻറ്റിമീറ്റർ ഉണ്ടാകണം. എക്സ്പാൻഷൻ ആകുമ്പോൾ 80 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സെക്യൂരിറ്റി ഗാർഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 44/2020 ആണ്. ഡ്രൈവർ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഈ ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 8,825 രൂപ മുതൽ 25,075 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നിരിക്കുന്ന ഒഴിവുകളിൽ റിസർവേഷൻ ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഈഴവ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് 2-3 കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് വെറും 7ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, ഡ്രൈവർ ബാഡ്ജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 45/2020 ആണ്. തസ്തികയുടെ പേര് സിവിൽ എക്സീവ് ഓഫീസർ ട്രെയിനി. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇതിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത് മലപ്പുറത്ത് 1, അതുപോലെ തന്നെ പാലക്കാട് 1 ഈ സ്ഥലങ്ങളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 19 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും 12ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. അപ്പോൾ 12ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. ഒരുപാട് വേക്കൻസിയെക്കുറിച്ച് ഇവിടെ പറയുവാനിടയായി തീരുന്നു. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, ഈ പറയപ്പെട്ട തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, ഈ പറഞ്ഞ എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മാസം 9ാം തീയതിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഓൺലൈൻ വഴിയായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ വെബ്സൈറ്റ് പറയാം, www.keralapscgovernment.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ
ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കേണ്ടത്. ഇതിനു മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയായിട്ട് എന്ത് ചെയ്യാം, അപേക്ഷിക്കേണ്ടതാണ്. ഇനി പുതുതായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യുക, വേഗം രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുക. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യും, അതിനകത്ത് തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീരും. അപ്പോൾ മാക്സിമം ഈ ജോലിയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഇതുപോലുള്ള ജോബ് വേക്കൻസി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. യോഗ്യരായിട്ടുള്ളവർ അവിടെ ഉണ്ടെങ്കിൽ അവർക്കിത് വളരെ പ്രയോജനകരമായി തീരും. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച്, കേരള ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചും അതുപോലെ തന്നെ പുതിയ പുതിയ ഗവൺമെൻറ്റിൻ്റെ ചില പദ്ധതികളെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.